നല്ല നല്ല പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ടോപ്പ് സിംഗറിന്റെ പുതിയ പുതിയ എപ്പിസോഡുകൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുകയാണെന്ന് നമുക്കറിയാം. ഇനി ആ കാത്തിരിപ്പ് വേണ്ട, നമ്മൾ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ആര്യ ചേച്ചി, ഉണ്ണി അങ്കിൾ ആൻഡ് എം ജെ അങ്കിൾ. വെൽക്കം. കണ്ണൂരിൽ നിന്നും ഒരു മിടുക്കി പാട്ടുകാരിയാണ് എത്താൻ പോകുന്നത്. ജോൺസൺ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ടില് നന്ദന കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം നന്ദന പി സരസൻ ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ. ഇന്ന് തീം പാടില്ല കേട്ടോ. ഓ അതിലെ തീം പാടിയിട്ട് എങ്ങനെയുണ്ട്? പാടിയിട്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാണ്ട് തോന്നി. പിന്നെ എല്ലാരും വിളിച്ചു പാടിയിട്ട്, 2 പാട്ട് പാടിയിട്ട് എല്ലാരും വിളിച്ചു. ഫ്ലെക്സ് വെച്ചു. അതെവിടെയായിരുന്നു ഫ്ലെക്സ്? കണ്ണൂര്. നമ്മളെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മള് ഫ്ലെക്സ് ഒക്കെ വെക്കാൻ പറ്റുന്നത്. കണ്ണൂർ എവിടെയാണ്? കണ്ണൂർ പെർളശ്ശേരി മാവിലായം. അടുത്ത എന്റെ വീട്ടിൽ നിന്ന് ചെറിയ ദൂരേ ഉള്ളൂ. എന്റെ വീട് നടാൽ. ആര് ചേച്ചിയുടെ ഒരു ഫ്ലെക്സ് വെക്കണേ വീടിന്റെ ഫ്രണ്ടില്. മോള് വെച്ചാൽ ഈ വീടിന്റെ ഐശ്വര്യം. എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് നമ്മൾ ഇഴുകിച്ചേരുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പം ആസ് ഇറ്റ് ഈസ്? ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? ആദ്യം വന്നതിനെ കഴിഞ്ഞും ഇപ്പൊ എന്താ ഫീൽ ചെയ്യാണ്? ടെൻഷൻ കുറഞ്ഞു. എനിക്ക് ഫസ്റ്റ് പാട്ട് പാടി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് അറിയേണ്ടത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സ് ആണ്. നമ്മൾ വലിയ സിംഹാസനങ്ങളിലൊന്നും ഇരിക്കുന്ന ആൾക്കാരൊന്നും അല്ല. നമ്മൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഹായ് ഡ്യൂഡ് എന്നൊക്കെ വിളിക്കുന്ന രീതിയിലാണ്. ഹായ് ബ്രോ. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? വെള്ളിത്തിങ്കൾ പൊങ്കിണ്ണ. ജോൺസൺ മാസ്റ്റർ, ഗിരീഷ് പുത്തഞ്ചേരി അല്ലേ? എല്ലാ ഡീറ്റെയിൽസും പറയും, മോൾ പറയും. മൂവി മേലെപ്പറമ്പിൽ ആൺവീട്, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ, മ്യൂസിക് ജോൺസൺ മാസ്റ്റർ, ഇയർ 1993. പാടിയത് യേശുദാസ് സർ ആൻഡ് മിൻമിനി മാം. ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഈ സിനിമ കാണണം. കണ്ടു കഴിഞ്ഞാൽ ഈ പാട്ട് ഒന്നുകൂടി എൻജോയ് ചെയ്യും. ഇറ്റ്സ് ഫുൾ ഓഫ് ഹ്യൂമർ. ഒരു ഐക്കോണിക് ഫിലിമാണ്. ആദ്യത്തെ ഫ്രെയിം തൊട്ട് അവസാനം വരെ ചിരിച്ച് മതി. അല്ലാതെ ആലോചിക്കുമ്പോ തന്നെ ചിരി വരുന്നത്. മോളെ എന്തായാലും കാണണേ സിനിമ. ഇതിന്റെ ഡയറക്ടർ രാജസേൻ ചേട്ടനാണ്. സേൻ ചേട്ടന്റെ ഒരുപാട് സിനിമകൾ ഞാനും ചെയ്തു. എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ ചെയ്യാനായിട്ട്. അപ്പൊ ഈ പാട്ടിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
തെങ്കാശി കുങ്കുമം എള്ളോളം നുള്ളി നോക്കവേ വെള്ളിത്തിങ്കൾ പൊങ്കിണ്ണം തുള്ളിത്തോവും ഉള്ളിനുള്ളിൽ താലോലം താളം തേടും. നിസഗസ 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 സഗമഗ 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 സനിബ. ഭംഗിയായി പാടി കേട്ടോ. താങ്ക് യു സർ. 1-2 സ്ഥലത്ത് മാത്രം ഒന്ന് മിസ്സായി അല്ലേ? അത് കുറച്ചൊരു കോൺഷ്യസ് ആയിട്ടാണ്. പക്ഷെ അത് ഡെഫിനറ്റ്ലി മോൾക്ക് പാടാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് നല്ലൊരു ബ്യൂട്ടിയുള്ള സാധനമാണ്. അത് അനുപല്ലവിയിലും ചരണത്തിലും ആ ഒരു സ്ഥലത്ത് മിസ്സായിപ്പോയി അല്ലേ? ബാക്കിയെല്ലാം വളരെ ഭംഗിയായിട്ട് പാടി. താങ്ക് യു സർ. കേട്ടോ? താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സർ. ഗുഡ് ഷോ. ഐ ജസ്റ്റ് ലവ് ദിസ് സോങ് വളരെയധികം. ഈ ഋതം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1-2 സജഷൻസ് പറയാം. ഇതില് 1 2 3 ഈ 1 2 3 മനസ്സിലായി. 1 2 3 പറഞ്ഞ തക്കിട്ട് തക്കിട്ട വെള്ളിക്കിണ്ണ അങ്ങനെ ആ തക്കിട്ട് എന്നുള്ള ആ ഒരു വിശ്രാന്തി ഉണ്ടല്ലോ, അത് കൃത്യമായിരിക്കണം. അതിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. എങ്കിലേ ആ ഗ്രൂവ് കിട്ടുള്ളൂ. ആ പഠിക്കേ ലേറ്റ് ആവരുത്. ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ അതിന് വെള്ളി ഉള്ളിൻ ഇത് രണ്ടും നമുക്ക് കുറച്ചുകൂടെ പുഷ് ചെയ്യണം. വെള്ളി ഉള്ളിൻ അങ്ങനെ വരും. പഠിക്കാം. അങ്ങനെ വരണം. അങ്ങനെയാണ് വരണത്. ഇതില് ഒരു വ്യത്യാസം മാത്രമാണ്, അത് ചരണത്തിലാണ് വരണത്. ആ ഭാഗമില്ലേ, അത് മാത്രം 1 2 വരുള്ളൂ. 1 2 അപ്പൊ ആ ഭാഗം പാടിയേ. അങ്ങനെയാണ് ഈ പാട്ടിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ഈ പാട്ടിനെ പാടേണ്ടത്. അപ്പോഴാണ് പാട്ട് ഫീൽ ചെയ്യുക. നമുക്ക് പഴയ കാലത്ത് ഇതൊന്നും പറഞ്ഞു തരാനായിട്ട് ആരും ഇല്ലായിരുന്നു. ദേവരായ മാസ്റ്റർ അടുത്ത് പോയി കഴിഞ്ഞാൽ മാഷിന്റെ ഒരുപാട് ദൂരത്ത് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ മാഷിനോട് ചോദിക്കാനൊക്കെ പേടിയായിരുന്നു. പിന്നെ പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാർ, ഗ്രേറ്റ് മാൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുമ്പോഴാണ് പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു തരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ ടോപ്പ് സിംഗറിലെ മോള് വന്നപ്പോൾ ഈ എക്സ്പീരിയൻസ് ഒക്കെ, ഉണ്ണിച്ചേട്ടനൊക്കെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെക്കേഡ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. അത് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുകയാണ്, ഒരു നട്ട്ഷെല്ലിൽ കിട്ടുകയാണ്. അപ്പൊ അത് അങ്ങനെ എടുത്തോണം. ഓക്കെ MJ സാർ ഇപ്പൊ പറഞ്ഞത് ആക്ച്വലി ഒരു മ്യൂസിക് കമ്പോസറിന്റെ പേഴ്സ്പെക്റ്റീവ് പറയുന്ന ഒരു കാര്യമാണ്. അത് എനിക്കറിയില്ല എത്ര സിംഗേഴ്സിന് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റും. കാരണം ദ ഡീറ്റെയിൽസ് സാർ കേൾക്കുന്ന ഡീറ്റെയിൽസ്, അതൊരു പ്രൊഡ്യൂസ് ചെയ്യുന്ന, പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരാൾക്കാണ് അത്രയും ഡീറ്റെയിലിംഗിൽ ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. ചെറിയ കുട്ടിയാകുമ്പോൾ സമയത്ത് തന്നെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു കോൺഷ്യസ്നെസ് പാടുന്ന സമയത്ത് വരും. ആ ഗ്രൂവിൽ ഇങ്ങനെ കയറി ഇങ്ങനെ ട്രാവൽ ചെയ്യാം എന്നുള്ള ഒരു ചിന്ത വരും. അപ്പൊ എന്തായാലും ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആവും. മാത്രമല്ല വേറെ ഇനിയിപ്പോ ഏത് പാട്ട് കേൾക്കുമ്പോഴും ചിലപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഇത് ആ ഒരു പാറ്റേൺ നമ്മൾ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കും. അങ്ങനെ നമ്മൾ കുറേ പാട്ടുകൾ എക്സ്പ്ലോർ ചെയ്യാനും പുതിയ പാട്ടുകളുടെ എന്താ പറയാ ചെറിയ ചെറിയ ഭംഗികൾ കണ്ടെത്താനും തുടങ്ങും. അങ്ങനെയാണ് ആക്ച്വലി സാർ പറയുന്നത് കുറച്ചും കൂടെ വാലിഡ് ആവുന്നത്. നമുക്ക് പുതിയ പാട്ടുകളിലേക്ക് പോവാൻ തോന്നും. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി നന്ദനക്കുട്ടി, അടിപൊളിയായിട്ട് പാടി. എനിക്ക് എസ്പെഷ്യലി ആ കാണാപ്പൂഞ്ചെപ്പിലെ തെങ്കാശി കുങ്കുമം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നുകൂടെ പാടിത്തരും ആ ഭാഗം. കാണാപ്പൂഞ്ചെപ്പിലെ തെങ്കാശി കുങ്കുമം എള്ളോളം നുള്ളി നോക്കവേ. ആ നോക്കവേല ഒരു ഗ്ലൈഡ് കൊടുത്താൽ നല്ല ഭംഗിയായി. എള്ളോളം നുള്ളി നോക്കവേ. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് 2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. സാർ പറഞ്ഞ പോലെ ഒരു ലൈനും കൂടെ കൊടുത്താൽ. അതെ, ഇത് നമുക്ക് കേൾക്കുന്ന സമയത്ത് മലയാളത്തിലും ശരി തമിഴില് തെലുങ്കിലൊക്കെ ഏറ്റവും നല്ല പാട്ടുകൾ പാടിയിട്ടുള്ള
ഇമ്മൻസ്ലി ടാലന്റഡ് ആയിട്ടുള്ള മിൻമിനിക്ക് നമുക്കൊരു സല്യൂട്ട് കൊടുക്കാം, ടോപ്പ് സിംഗറിന്. ജോൺസൺ മാസ്റ്റർക്കും ഗിരീഷ് പുത്തഞ്ചേരിക്കും എല്ലാം പ്രണാമം. കൂടത്തിൽ ദാസേട്ടനും മിൻമിനിക്കും. പിന്നെ അനുപല്ലവിയിലും ചരണത്തിലും വരുന്ന ആ ഭാഗങ്ങളില്ലേ, പാടും നാടോടിക്കിളി പാടും, ആ റിപ്പീറ്റ് വരുന്നത് എല്ലാ സ്ഥലത്തും കുഞ്ഞു സെയിം സാധനമാണ്, പക്ഷെ ചെറിയ പാളിച്ച വരുന്നുണ്ട് അവിടെ. അത് കുറച്ചൊരു കോൺഷ്യസ്നെസ് വന്നിട്ട്, അല്ലെങ്കിൽ she can sing that easily. She can easily sing it. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാ മതി. ഓക്കെ. പിന്നെ നല്ല ബ്രെത്ത് എടുത്ത് പാടണേ. നല്ല അവസാനമാകുമ്പോ ശ്വാസം കിട്ടാണ്ടായി പോവും. അപ്പൊ നല്ല ശ്വാസമൊക്കെ എടുത്ത് പാടണം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Good luck. താങ്ക് യു. Nandanandanam is awarded 96.5 out of 100 today. നന്ദനന്ദനം ഹാപ്പിയാണോ? ഹാപ്പിയാണ്. നമുക്ക് അടുത്ത ദിവസം കാണാം. നല്ല മാർക്ക് വാങ്ങണം, 100ലേക്ക് എത്തണം നമ്മൾ. ഓക്കെ ചക്രി, ഓൾ ദി ബെസ്റ്റ്. ബൈ. ഓൾ ദി ബെസ്റ്റ്. അടുത്ത റൗണ്ട് ഏതാന്ന് ഗസ് കണ്ടോ ആ ഇളക്കം വരുമ്പോഴേ നമ്മൾ മനസ്സിലാക്കണം ഇനി വരാൻ പോകുന്നത് പെർഫോമൻസ് റൗണ്ട് ആണ്. ട്രിവാൻഡ്രത്ത് നമ്മൾ ഒരാളെ ഇറക്കാണ്. ആര്യ ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വിളിക്കാം. ലെറ്റ്സ് വെൽക്കം അമൃതക്കുട്ടി ഓൺ സ്റ്റേജ്. ഒരു വെറൈറ്റി അമൃതക്കുട്ടി അല്ലേ? അമ്മുകുട്ടീസ് എന്തോ എന്നാ പറയുന്നു? ഒന്നും പറയുന്നില്ല. ഇത് എവിടുന്ന? രാജസ്ഥാനോ ഗുജറാത്തിന്നോ? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്നുള്ള നമ്മുടെ സുന്ദരിക്കുട്ടി ഇങ്ങോട്ട് വരാമോ? ഇതിരിക്കട്ടെ, താങ്ക് യു. ചുമ്മാ ഒരു രസത്തിന്. താങ്ക് യു. അയ്യോ പോവാണോ? എനിക്കൊരു സാധനം തരാനുണ്ടായിരുന്നു. ഓ വേണം. മുട്ടായി ഇഷ്ടമല്ല? ഇഷ്ടമാണ്. അപ്പൊ എന്നാ പിടിച്ചോ. താങ്ക് യു. ഇനിയും പോവരുത്, ഇങ്ങോട്ട് വാ. ഇപ്പൊ ശരിയാക്കി തരാം. എന്താ എല്ലാവർക്കും പറ്റിയത്? ഇതും കൂടി വെച്ചോ. താങ്ക് യു. ഒരു വഴിക്ക് പോവല്ലേ. ഗോഡ് ബ്ലെസ് യു. പാട്ട് പാടുന്നതിന് മുമ്പേ സ്വീറ്റ്സ് കിട്ടിയാൽ അപ്പൊ പാട്ട് എന്തായിരിക്കും? ഗംഭീരം. ഭയങ്കര മധുരവും അല്ലേ? തകർക്കണ്ടേ നമുക്ക്? തകർക്കണം. തകർക്കുന്നതിന് മുന്നേ ഒന്ന് ഇങ്ങോട്ട് വരുമോ? Happy birthday to you. Happy birthday to you. Happy birthday dear Amrita. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. താങ്ക് യു. Happy birthday to you. എത്രാമത്തെ വയസ്സിന്റെ സെലിബ്രേഷൻ അത് നമ്മളെ? 12 വയസ്സ് ലോകം മുഴുവൻ അറിഞ്ഞില്ലേ സെലിബ്രേഷൻ. ഒരു രംഗോലി കുട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ. ഏതാണ് പാട്ട്? രാരവേണു. ആ ഗോപബാല. ഡോണ്ട് ബ്രേക്ക് മൈ ഹാർട്ട് ഗോപാല. അതല്ലേ? അതെ 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 അതെ. ഗോപാൽ don't break my heart, ഗോപാൽ. അപ്പൊ മക്കളെ ബാക്കി ഡീറ്റെയിൽസ് പറയൂ. മ്യൂസിക് വിദ്യാസാഗർ സാർ, എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് ചിത്രാമ്മയും കല്യാണി മാമും, വർഷം 2000, സിനിമ മിസ്റ്റർ ബട്ട്ലർ. വെരി ഗുഡ്. അപ്പൊ സൂപ്പർ ആവട്ടെ. സൂപ്പർ ആവട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. രാരവേണു ഗോപാല രാജിത സഗുണ ജയശീല. രാരവേണു ഗോപാല രാജിത സഗുണ ജയശീല. രാരവേണു ഗോപാല രാജിത സഗുണ ജയശീല. അമ്പാടിക്കുഴലല്ലേ പൊന്നോടക്കുഴലല്ലേ നറുവെണ്ണക്കുടമല്ലേ നീ എൻ കണ്ണാ.
ബർത്ത്ഡേ ഗേളിന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഓ ഓ കലക്കിലേ, കലക്കി കലക്കി. താങ്ക് യു സർ. കാണാൻ ചുന്ദരി, പാട്ടിന് എന്തൊരു ചന്തം. താങ്ക് യു. പിന്നെ ഇടയ്ക്കുള്ള ആ ഒരു ഡാൻസ് അല്ലേ, അത് ഗംഭീരായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ആ തേർഡ് ബീജിയുടെ മുമ്പേ ഉണ്ടായിരുന്നില്ലേ അല്ലേ അതെ, ക്യാപ്റ്റൻ? ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ Yeah. എന്തായിരുന്നു? അതെങ്ങനെയായിരുന്നു? ഞാൻ മറന്നുപോയി. ടഫ് ആയിരുന്നില്ലേ? നല്ല സ്റ്റെപ്പ് ആയിരുന്നു. പക്ഷേ ആ, നല്ല step. ഉണ്ണികളുടെ കണ്ടോ കണ്ടോ, പഠിച്ചു. ആ സ്റ്റെപ്പ് സൂപ്പർ ആയിരുന്നു. താങ്ക് യു. ആരാ സ്റ്റെപ്സ് ഒക്കെ ആരാ പഠിപ്പിച്ചത്? അച്ഛൻ. അച്ഛൻ വന്നിട്ടില്ല അല്ലേ? അച്ഛൻ വന്നിട്ടില്ല. ശേ, അമ്മമ്മയും മാമനുമാ. അമ്മമ്മയാണ്. ആ. അമ്മമ്മയ്ക്കുണ്ടോ സ്റ്റെപ്സ്? ഇല്ല ഇല്ല ഇല്ല. അമ്മമ്മയ്ക്ക് നാളെ വരുന്നത്. അമൃതക്കുട്ടി, എന്തോ? ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. താങ്ക് യു. നല്ല ഔട്ട്ഫിറ്റ്, നല്ല പ്രസന്റേഷൻ, നല്ല പെർഫോമൻസ്. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ക്യാപ്റ്റൻ, ആദ്യത്തെ ആ ഫ്ലൂട്ട് കണ്ടില്ലേ? ആ തുടക്കത്തിലുള്ള ഫ്ലൂട്ട് ഒന്ന് വായിച്ചു തരാമോ? അതെങ്ങനെ വെച്ചാൽ ഈ ഫ്ലൂട്ട് വായിക്കുമ്പോൾ എങ്ങനെയാണ് വായിക്കുന്നത് എന്നുള്ള കുഞ്ഞിന്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു. യെസ്, അത് നല്ല രസമായിരുന്നു. കാണിച്ചു തരട്ടെ, നിങ്ങൾ കാണിച്ചു തരട്ടെ. ആ അവിടെ നിന്നാലും ഇവിടെ നിൽക്കുന്നില്ല, ഇവിടെ പിന്നെ വായിച്ചോണ്ടിരിക്കുക. പക്ഷെ അതൊക്കെ ഭയങ്കര രസമായിരുന്നു അതെ 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 കാണാൻ. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നതേ ഭയങ്കര രസത്തിൽ, അതൊരു ഗ്രേസ് ആണ് അത് അല്ലേ, ഒരു പ്രസൻസ് ആണ്. ഒരു കുഞ്ഞിന്റെ പ്രസൻസ് ഈ സ്റ്റേജിൽ അത് ശരിക്കും ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലേ? യെസ്, എക്സാക്ട്ലി. യെസ്, യു ആർ റൈറ്റ്. താങ്ക് യു. എന്ത് തോന്നി പാടി കഴിഞ്ഞപ്പോ? കൊള്ളാന്ന് തോന്നി. കൊള്ളാന്ന് തോന്നി. നമുക്ക് കുറച്ചും കൂടി ഉഷാറിലൊന്ന് പാടി നോക്കാം. രാരവേണു ഗോപാല രാജിത സദ്ഗുണ ജയശീല. ആ ഒരു പവർ കുറച്ചും കൂടെ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പഠിക്കോ പഠിക്കോ. രാരവേണു ഗോപാല രാജിത സദ്ഗുണ ജയശീല. പവർ കൊടുക്കണേ. രാരവേണു ഗോപാല രാജിത സദ്ഗുണ ജയശീല. രാരവേണു ഗോപാല രാജിത സദ്ഗുണ ജയശീല. അത് സൂപ്പറാണ്, അത് സൂപ്പറാണേ. യെസ്. പിന്നെ പൈക്കളിത പൂമ്പൈക്കളിത എന്ന് പറയുന്നല്ലേ, അവിടെ ഭയങ്കര പാവരാധയായിപ്പോ കേട്ടോ. പൈക്കളി ഇവിടെ ഉണ്ട്, പൂമ്പൈക്കളുണ്ട്. ഒന്ന് വരുമോ കണ്ണ പ്ലീസ് എന്ന് പറഞ്ഞ പോലെ. അത് അത്രയും പ്ലീസ് വേണ്ട, കുറച്ചുകൂടെ കമാൻഡ് ചെയ്ത് പാടും. 1 2 3 4. പൈക്കളിതാ പൂമ്പൈക്കളിതാ മേയ്ക്കാനിതിലേ നീ വരുമോ? അത് കൊള്ളാം അല്ലേ? Yes. ഇപ്പൊ പാവമല്ല, ഒട്ടും പാവമല്ല, രാധ കുറച്ച് കുഴപ്പക്കാരിയാ, Yes. കുറുമ്പിയാണ്. മേയ്ക്കാനിതിലേ നീ വരുമോ? അതന്നെ. Yeah. വരുമോ എന്നാണ് ചോദിക്കണം, പക്ഷെ വരണം എന്ന് പറഞ്ഞ പോലെ പാടണം കേട്ടാ. അപ്പൊ അത് കുറച്ചുകൂടെ നന്നായിരിക്കും. അങ്കിളുടെ കല്യാണ കച്ചേരി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ടില് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ രാരവേണു എന്തോ ആണ് ശരിക്കും? ഓടക്കുഴൽ. ആദ്യമായിട്ട് നമ്മൾ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്ന ഒരു സ്വരജതിയാണ്. എന്താണ്? സ്വരജതി. ആ, വിദ്യാജി ഇതെടുത്ത് ഒരു ഫ്യൂഷൻ ആക്കി. സൂപ്പറാണ്, സൂപ്പർ സോങ് ആണ്. സൂപ്പറായിട്ട് പാടി, നല്ല പ്രസൻസ് ആയിരുന്നു, ചുന്ദരിയുമായിരുന്നു. താങ്ക് യു. ഇത് തിരുവനന്തപുരത്തിനൊരു അഭിമാനമാവുമല്ലോ. താങ്ക് യു സർ. അതിഗംഭീരമായിട്ട് പാടി. Thank you. മാത്രമല്ല ഒരു കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് ആണ് അമൃത. താങ്ക് യു സർ. ഡാൻസും വളരെ ഗ്രേസ്, പാട്ടും ഭയങ്കര ഗ്രേസ്, എല്ലാം കൂടി ഒരു കംപ്ലീറ്റ് ആർട്ടിസ്റ്റ്. കുറച്ചുകൂടി എക്സ്പ്രഷൻസ് ഒക്കെ അതിൽ കൊണ്ടുവരാം, ഒരു ഫൺ എലിമെന്റ് കൊണ്ടുവരാം. ആ പാട്ടിൽ മുഴുവനും ഇങ്ങനെ ഒരു തമാശ വരെയാണല്ലോ. അപ്പൊ അതും കൂടി വോയിസിൽ കൊണ്ടുവന്നാൽ കുറച്ചും കൂടി ഭംഗിയാവും കേട്ടോ. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു. അമ്മുകുട്ടി, ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? എന്തോ? നേരെ മീനുട്ടിയെ നോക്കാം. ഓക്കെ, മീനുട്ടി എടുത്ത് പാടണം. രാഗിണിയാം യുവരാധയിത. അതായത് മീനുട്ടി മര്യാദയ്ക്ക് മനസ്സിലാക്കിയോ, ഇതാണ് രാധ. മീനുട്ടി എടുത്ത് പറഞ്ഞു കൊടുക്കണം. മീനുട്ടിയെ ദേഷ്യപ്പെടണം. അപ്പൊ എങ്ങനെ പാടും? രാഗിണിയാം യുവരാധയിതാ രാസോലസിതം പാടുകയായി
ഇത് ദേഷ്യം വന്നില്ലല്ലോ. അവക്ക് എന്നെ നോക്കി വരുന്നേ ഇല്ല, അയ്യോ. പാവം. ശരിക്കും വഴക്കുറഞ്ഞേ മീനൂട്ടിയെ ശരിക്കും പറഞ്ഞു ഒരു കുഴപ്പമില്ല പറഞ്ഞു. ആ, രാഗിണിയാം യുവരാധൈതാ രാസോലസിതം പാടുകയായി. ആഹാ. ഇങ്ങനെയാണ് പാടേണ്ടത്. Yes. Yes. അതാണ്. അപ്പൊ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നമ്മൾ പാടി വരുമ്പോഴത്തേക്കും ശരിക്കും അതിനൊരു കമാൻഡിങ് ഇതും കൂടെ വരും കേട്ടോ. നമുക്ക് മാർക്ക് കേൾക്കാം. അമൃത, എന്തോ ബർത്ത്ഡേക്ക് നല്ല മാർക്ക് വേണ്ടേ അതോ കൊച്ചു മാർക്ക് മതിയാ? നല്ല മാർക്ക് വേണം. ആണോ? അതിനേക്കാളും കുറച്ചോളൂ ചേട്ടാ. കുറയ്ക്കണം? കുറച്ചും കൂടെ കുറച്ചോളൂ. കുറയ്ക്കാം അല്ലേ? വേണ്ട 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 വേണ്ട. 90 ആക്കാം അല്ലേ? ആ വേണ്ട. കുഞ്ഞു ഹാപ്പി അയ്യോ, പക്ഷെ അവിടെ നല്ല ഡാൻസ് ചെയ്തു. ആ. അത് അടിപൊളിയായിരുന്നു. അതുകൊണ്ട് 90 ആക്കാൻ ഞാൻ സമ്മതിക്കില്ല. കുറച്ചധികം മാർക്ക് വേണം. സോ അമൃതക്കുട്ടി, യു ആർ അവാർഡഡ് 97 ഔട്ട് ഓഫ് 100. അപ്പൊ ബർത്ത്ഡേ ഗേളിന് ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ ടു യു. ഉമ്മ. ഉമ്മ കേട്ടോ. പിറന്നാൾ ആശംസകൾ. Thank you. അല്ലേ? ഹാപ്പി ബർത്ത്ഡേ. Thank you. Okay, All the best. bye. Thank you. Bye. ഇനി പ്രേക്ഷകരും പ്രത്യേകിച്ച് നമ്മുടെ ആര്യ ചേച്ചി കാത്തിരിക്കുന്ന ഒരു റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ഏത് ആര്യ ചേച്ചി റൗണ്ട്? പെർഫോമൻസ് കറക്റ്റ് ആൻസർ. പെർഫോമൻസ് റൗണ്ട് വരാൻ പോവാണ്. നമ്മുടെ റയാൻ കുട്ടൻ എത്തുന്നു. ലെറ്റ്സ് വെൽക്കം റയാൻ ഓൺ സ്റ്റേജ്. റയാൻ കുട്ടൻ, എന്തോ എന്റെ ഫേവറേറ്റ് റൗണ്ടിൽ എന്റെ ഫേവറേറ്റ് പാട്ടാണ് ഇന്ന് പാടാൻ പോകുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ചിരിക്കുന്നു. ചിരിക്കുക. സുഖായിരിക്കുന്നോ? സുഖായിരിക്കുന്നു. എന്ത് പറയുന്നു എല്ലാരും പാട്ടൊക്കെ കേട്ടിട്ട്? എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ആർക്കാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അങ്ങനെ ചോദിച്ചപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്കായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത്. MJ അങ്കിളിന്റെ ഏറ്റവും ഇഷ്ടം. ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. താങ്ക് യു. റിയാൻ കുട്ടൻ, എന്തോ എന്നെ ഒരുപാട് പേര് വിളിച്ചു കളിപ്പാട്ടമായി കേട്ടു. ആരൊക്കെ? ആ കൊറേ പേര്, എനിക്ക് ആ പേര് പോലും അറിയില്ല. അത്രയും പേര് എന്നെ വിളിച്ചു. ഭയങ്കരമായിട്ട് പാടി. ആ റിയാൻ കുട്ടനെ ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ആ, ഓ കണ്ടോ, ഒരുപാട് അപ്പൊ ഞാൻ ഒരു ഫാൻസ് ദിവസം ഒക്കെ ആയി. ഇവിടെ ഫ്ലോറിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് കാണാൻ കേട്ടോ. ഓക്കെ. ആഹാ. പണ്ട് നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോയിൽ പറയില്ലേ, ആ ഈ ഗാനം ഇഷ്ടപ്പെടുന്നത് കഴക്കൂട്ട് നിന്ന് മീനുട്ടി, ആർദ്ര, സീമ, കൊച്ചുട്ടൻ. അതുപോലെയാണ് റിയാൻ കുട്ടന്റെ പാട്ട് ഇഷ്ടപ്പെട്ടവര് മൊത്തം ആൾക്കാർക്ക് ഇഷ്ടമല്ലേ. അയ്യോ, എനിക്ക് എത്ര പേര് മെസ്സേജ് അയക്കുന്നറിയോ? ഇൻസ്റ്റാഗ്രാമില്, ഫേസ്ബുക്കില്, മറ്റേ വാട്സ്ആപ്പ് ബിസിനസ് നമ്പർ ഒക്കെ ഇട്ടുണ്ട്. അതിലൊക്കെ എല്ലാരും ചോദിച്ചിട്ട് മെസ്സേജ് അയക്കും. എങ്ങനെ ഇത്ര ഭംഗി പാടിയതെന്ന് ചോദിച്ചപ്പോ കുട്ടൻ ചോദിച്ചല്ലോ അന്ന്. ആ, ഇതെല്ലാം എന്താ ചെറുതല്ലേ? സിമ്പിൾ. അപ്പൊ ഇനി വരാനിരിക്കുന്ന എന്തൊക്കെയായിരിക്കും? ചെറുതാണോ? ചെറിയ പാട്ട്. ഞാൻ പറയാം എന്റെ ഫേവറേറ്റ് സോങ്സിൽ ഒന്നാണ് സോനാരെ സോനാരെ എന്ന് പറഞ്ഞ പാട്ടാണ് പാടാൻ പോകുന്നത്. അല്ലേ? റിയാൻ കുട്ട? അതെ, അതെ. ഞാനുണ്ടല്ലോ ആ. മീനാക്ഷി ചേച്ചി അഭിനയിച്ച ഒരു സിനിമ കണ്ടിട്ടുണ്ട്. ഏത് ആഹാ. സിനിമ? അതേത് സിനിമയാ അത്? ഒപ്പം. ഒപ്പം. yes. അതേ മീനാക്ഷി ചേച്ചി ഇപ്പൊ ഒപ്പം ഉണ്ടല്ലോ. അതെ. അപ്പൊ രേങ്കുട്ട, എന്തോ പാട്ടിന്റെ ഡീറ്റെയിൽസ് പറയാമോ? മ്യൂസിക് ആ. സുരേഷ് പീറ്റേഴ്സ്, ഉം. ലിറിക്സ് എസ് രമേശൻ നായർ സാർ, പാടിയത് MG സാർ, ഉം. സിനിമ പഞ്ചാബി ഹൗസ്, ആ. വർഷം 1998. റിയാൻ കുട്ടാ കലക്കണേ. ഓക്കെ. All the ഇന്ന് best. ഇന്ന് കലക്കുന്ന കാണാൻ Thank you. കുറച്ച് സ്പെഷ്യൽ ആൾക്കാർ വന്നിട്ടുണ്ട്. ആരൊക്കെയാ വന്നിരിക്കണേ കൂടെ? എന്റെ വല്യമ്മ, വല്യമ്മ. വല്യച്ഛൻ, ആഹാ. അവരൊക്കെ വന്നിട്ടുണ്ട്. അനിയത്തിയും ആ, വന്നിട്ടുണ്ട്. അനിയത്തിയും വന്നിട്ടുണ്ട്. പിന്നെ എന്റെ അച്ഛനമ്മ. ആയ്. ഓക്കെ. പേര്? ഋതി. ഏ? ഋതി. ഋതി. അനിയത്തിയുടെ പേര്. ആ, വല്യമ്മയുടെ പേരോ? വല്യമ്മയുടെ പേര് രാധിക വല്യമ്മ. രാധിക വല്യമ്മ. വല്യച്ഛൻ? ജിതേഷ് വല്യച്ഛൻ. ജിതേഷ് വല്യച്ഛൻ. സ്ഥലം എവിടെയാ? കണ്ണൂര്. 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 അടിപൊളി. ഓക്കെ. അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതെ. റിയാൻ കുട്ടൻ, എന്തോ ആര്യ ചേച്ചി ഡാൻസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഡാൻസ് ചെയ്യൂ. ആ ഞാൻ dance ഗംഭീര ചെയ്യും. ഡാൻസറാ. ആ, എന്നാ ഡാൻസ് ചെയ്തു. പക്ഷെ ഉണ്ണി സാറിന്റെ അത്ര വരില്ല കേട്ടോ. അത്ര pro അല്ല. അത്ര പ്രോ അല്ല ഞാൻ. എന്നാ പിന്നെ ഉണ്ണി മേനോൻ സാറും ആര്യ ചേച്ചിയും ഡാൻസ് ചെയ്യും. രണ്ടുപേരും ഒന്നിച്ച് ഓക്കെ. പേടിച്ച് പാസ്സാകാം. ഓക്കെ. മിനുട്ടി ഓക്കെ, ഓക്കെ. പേടിച്ച് പാസ്സാക്കിയോ? ആക്കി ആക്കി. എന്നെ നശിപ്പിച്ച് കിടക്കുമല്ലേ? ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. House, hey, hey, hey.
hey, hey, hey. House, house, hey, hey, hey. House, house, hey, hey, hey. House, house, hey. House, house, hey. House, house, hey. സോനാരേ സോനാരേ സ്വപ്നനിലാവ് തെളിഞ്ഞില്ലേ സ്വരരാഗത്തെ നിറയ്ക്കാൻ പോരൂ സോനാരേ സോനാരേ സ്വർണ്ണനിലാവ് തെളിഞ്ഞില്ലേ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ പോരൂ ഏതോ നോവിലൂറുമാകാനം കാതിൽ തേൻ പകർന്നിടും നേരം കണ്ണീർ പൂവ് പോലെ നീ മാറിൽ ചായുകില്ലേ ഏതോ നോവിലൂറുമാകാനം കാതിൽ തേൻ പകർന്നിടും നേരം കണ്ണീർ പൂവ് പോലെ നീ മാറിൽ ചായുകില്ലേ സോനാരേ സോനാരേ സ്വർണ്ണനിലാവ് തെളിഞ്ഞില്ലേ സ്വരരാഗത്തെ നിറയ്ക്കാൻ പോരൂ ഹൈ സോനാരേ സോനാരേ സ്വർണ്ണനിലാവ് തെളിഞ്ഞില്ലേ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ പോരൂ House, house, hey, hey, hey. House, house, hey, hey, hey. മൗനത്തിൽ കൂട്ടിലായി മണിമാടപ്രാവ് മായലി ജീവനിൽ കതിരാടും നോവ് ആടുന്നു പാവകൾ നീളുന്നു നാളുകൾ അറിയാതെ കഥ മാറുമോ കാറ്റിനോട് നീ ചൊല്ലു ചെല്ലക്കാറ്റിനോട് നീ ചൊല്ലു വിണ്ണിന്തൂതുമായിതാ വന്നു രാജഹംസം വില്ലിക്കാടിനോട് നീ ചൊല്ലു ചെല്ലക്കാറ്റിനോട് നീ ചൊല്ലു വിണ്ണിന്തൂതുമായിതാ വന്നു രാജഹംസം സുന്ദരേ സുന്ദരേ സ്വർണ്ണനിലാവ് തെളിഞ്ഞില്ലേ സ്വരരാഗത്തെ നിറയ്ക്കാൻ പോരൂ സോനാരേ സോനാരേ സ്വർണ്ണനിലാവ് തെളിഞ്ഞില്ലേ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ പോരൂ House, house, hey, hey, hey. 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 ദാഹത്തിൻ വേനലിൽ ഒരു തണ്ണീർ പന്തൽ കാലത്തിൻ വീതിയിൽ ഒരു മുല്ലപ്പന്തൽ സ്നേഹത്തിൻ നൊമ്പരം താങ്ങില്ലേ നെഞ്ചകം ദേവതേ പ്രിയരാഗമായി ഒഴുകാൻ വരൂ പൂക്കളോട് നീ ചൊല്ലു തുമ്പിപ്പെണ്ണിനോട് നീ ചൊല്ലു നിന്നെ കാത്തിരിക്കും ഈ തോഴൻ ഏകനല്ലേ തുമ്പപ്പൂക്കളോട് നീ ചൊല്ലു തുമ്പിപ്പെണ്ണിനോട് നീ ചൊല്ലു നിന്നെ കാത്തിരിക്കും ഈ തോഴൻ ഏകനല്ലേ സോനാരേ സോനാരേ സ്വർണ്ണനിലാവ് തെളിഞ്ഞില്ലേ സ്വരരാഗത്തെ നിറയ്ക്കാൻ പോരൂ സോനാരേ സോനാരേ സ്വർണ്ണനിലാവ് തെളിഞ്ഞില്ലേ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ പോരൂ ഏതോ നോവിലൂറുമാകാനം കാതിൽ തേൻ പകർന്നിടും നേരം കണ്ണീർ പൂവ് പോലെ നീ മാറിൽ ചായുകില്ലേ ഏതോ നോവിലൂറുമാകാനം കാതിൽ തേൻ പകർന്നിടും നേരം കണ്ണീർ പൂവ് പോലെ നീ മാറിൽ ചായുകില്ലേ House, house, hey, hey, hey. 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 താങ്ക് യു സാർ. ഈ സമയത്ത് നമുക്ക് ഈ സെൻട്രൽ സ്റ്റേജിൽ രണ്ടുപേരും കൂടെ വേണം. ദ യഥാർത്ഥ ഹീറോസ്. അതാണ് ശ്യാമും വൈശാഖും. പ്ലീസ്. റേങ്കുട്ട എന്തോ ഞാൻ ഡാൻസ് ചെയ്യണ്ടേ? ആ അത് മറന്നുപോയല്ലോ. എന്തോ എനിക്ക് ഒന്നും കൂടെ ആ പല്ലവി പാടിത്തരുവാണെങ്കിൽ ഞാൻ ഡാൻസ് ചെയ്യാം. അതിനുവേണ്ടി Okay. മാത്രം വന്നതാ ഇപ്പൊ. അതിനാണ് ഞാൻ വന്നത്. ആ എന്നാ ശരി.
റൈമുട്ട പറയണേ ഞാൻ ഇപ്പൊ ഉണ്ണി സാറിനെ വിളിക്കും ഡാൻസ് ചെയ്യാൻ. ഉണ്ണിച്ചേട്ടൻ ഉണ്ണിമേനോൻ സാറേ ഡാൻസ് കളിക്കാൻ വാ. മോന്റെ പാട്ട് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഇവിടെ ഇരിക്കുക. ഇനി അത് സ്പോയിൽ ചെയ്യണ്ട നമുക്ക്. അല്ല ഉണ്ണി സാർ ആ സ്റ്റെപ്പൊക്കെ അവിടെ ഇരുന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നത് കേട്ടോ ഇങ്ങനെ. പാടിക്കോ. House hey 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 house hey 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 house hey 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 house hey 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 house hey house hey house hey സുനാരേ സുനാരേ സ്വർണ്ണ നിലാവ് തെളിഞ്ഞില്ലേ സ്വരരാഗത്തെ നിറയ്ക്കാൻ പോരൂ. സുനാരേ സുനാരേ സ്വർണ്ണ നിലാവ് തെളിഞ്ഞില്ലേ സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ പോരൂ. ഏതോ നോവിലൂറുമാകാനം കാതിൽ തേൻ പകർന്നിടും നേരം കണ്ണീർ പോവു പോലെ നീ മാറിൽ ചായുകില്ലേ. ഏതോ നോവിലൂറുമാകാനം കാതിൽ തേൻ പകർന്നിടും നേരം കണ്ണീർ പോവു പോലെ നീ മാറിൽ ചായുകില്ലേ. സുനാരേ സുനാരേ സ്വർണ്ണ നിലാവ് തെളിഞ്ഞില്ലേ സ്വരരാഗത്തെ നിറയ്ക്കാൻ പോരൂ. സോനാരേ സോനാരേ സ്വർണ്ണ നിലാവ് തെളിഞ്ഞില്ലേ സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ പോരൂ. താങ്ക് യു സാർ. എന്താ ക്ലാരിറ്റി അറിയോ പാട്ട്? താങ്ക് യു സാർ. ഒരു സ്ഥലത്ത് മാത്രമേ മോനെ തെറ്റിയുള്ളൂ. അത് എവിടെയാന്ന് മോനെ അറിയാം. ആ ലാസ്റ്റ് അനുപല്ലവി ചരണത്തിന്റെ ലാസ്റ്റ് അതിൽ മാത്രം ഒരു ക്ലാരിറ്റി കുറഞ്ഞു പോയി. ബാക്കിയെല്ലാം ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു. താങ്ക് യു സാർ. അസാധ്യ ക്ലാരിറ്റിയിൽ പാടി. താങ്ക് യു സാർ. അതെന്താ വെച്ചാൽ അത് റിയാൻ കുട്ടന് ഈ വയസ്സിൽ അത് കുറച്ച് ടഫായിരിക്കും അല്ലേ? അതെ അതെ. കൃത്യമായിട്ട് ഡിഫൈൻഡ് ആയിട്ട് പാടാനായിട്ട് കുറച്ച് ടഫായിരിക്കും. അതെ ശ്യാം പഠിപ്പിച്ചിരുന്നു കറക്റ്റ് ആയിട്ട്. അത് പാടുന്നുണ്ട്. ആ ശ്വാസത്തിന്റെ ഇതിൽ പോയതായിരിക്കും. ആ നന്നായിട്ട് പാടുമായിരുന്നു ആ സംഭവം. ആ ടെമ്പോയില് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട്. അതൊന്നുകൂടെ ട്രൈ ചെയ്യാമോ? ലൈവ് അല്ലേ? അതൊന്നൊരു പാടും അത്. ആടുന്നു പാവകൾ നീളുന്നു നാളുകൾ പോകമോ അറിയാതെ കഥ മാറുമോ. Yes. വൈശാഖേ, നമ്മുടെ റിയാൻ കുട്ടനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയൂ. ആ ഗ്രൂമിങ്ങിന് അവൻ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ടൈമിൽ ആ ടൈമിൽ തന്നെ ക്യാച്ച് ചെയ്യും എല്ലാ കാര്യങ്ങളും. പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും അവന്. നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും എടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് നമ്മൾ ഇങ്ങനെ ഫീൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവനത് കൊടുത്തോളൂ. അവനറിയാം അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. രസമാണ് അവൻ വരുന്ന ടൈമിൽ, ഭയങ്കര ഫണ്ണാണ്. ആ കറക്റ്റ് നുവാൻസസ് പാടുന്നുണ്ട്. അതെ അതെ. ആ ഗ്രഞ്ചൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു ക്ലീൻ ആയിട്ട്. നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോ റിയാൻ തന്നെ എൻജോയ് ചെയ്യും. ഭയങ്കര എൻജോയ് ചെയ്തിരിക്കും ഇങ്ങനെ. അവനെപ്പോഴും ചിരിക്കാറുണ്ട് ഇങ്ങനെ പാടുന്ന ടൈമിലേ. അവൻ തന്നെ എൻജോയ് ചെയ്തിട്ട് അങ്ങനെ ചിരിക്കും. അല്ല, നിങ്ങൾ രണ്ടുപേരാണ് ശരിക്കും പറഞ്ഞാൽ റിയാന്റെ ശക്തി എന്ന് പറഞ്ഞാൽ രണ്ട് പില്ലേഴ്സ് ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതിനാണ് ഇങ്ങോട്ട് വിളിച്ചത്. അതിനാണ് വലിയൊരു കൈഡ് ചെയ്തത്. അതോടുകൂടി തന്നെ സനൂപ്, സ്വാതി, സിയാദ്, വൈശാഖ് പി കെ, ഇവരെല്ലാരും ഉണ്ട്. ഇപ്പൊ നമുക്ക് രണ്ടുപേരാണ് ഇവിടെ ഉള്ളത്. നമുക്ക് വേദിയിൽ ഇടയ്ക്കിടയ്ക്ക് അവരെയൊക്കെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഹീറോസ് ആണെന്ന് പറഞ്ഞില്ലേ, അതിന് ഒരു വലിയൊരു കൈഡി. സാറേ, എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. എനിക്ക് ദാസ് സാറിനെ ഒന്ന് കണ്ട അനുഗ്രഹം മേടിക്കാൻ ആഗ്രഹം. ആണോ? ദാസ് സാറിന്റെ അടുത്ത് പറയാം കേട്ടോ. നക്ഷത്ര ദീപങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ പാട്ടുകൾ ഞാൻ എന്റെ ദാസ് സാറിന്റെ എന്റെ ഫേവററ്റാ. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി, അതല്ലേ? അങ്ങനെ അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പാട്ടല്ലേ. അപ്പൊ ഞാൻ ദാസ് സാറിന്റെ അടുത്ത് പറയാം കേട്ടോ. ഉണ്ണിച്ചേട്ടനും പറയണം കേട്ടോ. ഞാനും പറയാം. നമ്മൾ രണ്ടുപേരും പറയാം. ഓക്കെ സാർ. എപ്പോഴെങ്കിലും ദാസ് സാറിനെ കാണാൻ പറ്റട്ടെ. ദാസേട്ടനെ നമ്മളും 5 വർഷമായി കണ്ടിട്ട് കാണാൻ ഇങ്ങനെ കൊതിയോടെ കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ അതിലിടയ്ക്ക് USA പോയ സമയത്ത് ഒന്ന് ശ്രമിച്ചിരുന്നു. ഓസ്റ്റിൻ വരെ പോയ സമയത്ത് അവിടുന്ന് 2 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ദാസേട്ടനെ കാണാം എന്നുള്ളൊരു, പക്ഷെ ആ സമയത്ത് പുള്ളി മകൻ്റെ കൂടെ എവിടെ പോവുകയാണ്. ഒരു 4 ദിവസം ആവും വരാൻ പറഞ്ഞു. അപ്പോഴേക്കും എനിക്ക് തിരിച്ചു വരണം. അങ്ങനെ ഞാൻ മിസ് ചെയ്തു. അങ്ങനെ 5 വർഷമായി ഇപ്പോഴും കണ്ടിട്ട്. അങ്കിൾ ശരിക്കും ട്രൈ ചെയ്യാം കേട്ടോ. റിയാൻ കുട്ടന് വേണ്ടി ട്രൈ ചെയ്യാം. ഓക്കെ. ഇവനാണ് റിയൽ ആർട്ടിസ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം വന്നത് കളിപ്പാട്ടം. ഇപ്പൊ അതേ അല്ല സോനാരെ അല്ലേ? പല പല ഇമേജസ് ഒരു കലാകാരന് എപ്പോൾ അയാൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നോ അപ്പോൾ മാത്രമാണ് അയാളെ കലാകാരൻ എന്ന് വിളിക്കാൻ പറ്റുന്നത് എന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
അപ്പോൾ ഒരു പാട്ടുകാരൻ അങ്ങനെയാണ്, ഒരു മ്യൂസീഷ്യൻ അങ്ങനെയാണ്, ഒരു ചിത്രകാരൻ അങ്ങനെയാണ്, എല്ലാവരും ഒരു സിനിമയിൽ ഡയറക്റ്റ് ചെയ്യുന്ന ആൾ അങ്ങനെയാണ്. അങ്ങനെ പലരും പെർഫോമേഴ്സ് ആൻഡ് ക്രിയേറ്റേഴ്സ്. അപ്പോൾ അതിൽ ഇവനൊരു പെർഫോമറായിട്ട് ഇവനൊരു വലിയൊരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട് നമ്മുടെ റിയാൻ കുട്ടൻ. കേട്ടോ അണ്ണാ? താങ്ക് യു സാർ. ആ, ഒത്തിരി സന്തോഷമാണ് അങ്കിളിന് കേട്ടോ. താങ്ക് യു സാർ. ഓക്കെ. റിയാൻ കുട്ടൻ, എന്തോ അപ്പോൾ ഒന്നും കൂടി പറയാണ്, റിയാൻ കുട്ടൻ്റെ ഈ പാട്ട് കേട്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കാൻ സാധ്യതയുണ്ട്. ആ. അപ്പൊ എന്താ ഞാൻ പറയേണ്ട അവരോടൊക്കെ? അവരോടൊക്കെ സാറിന്റെ ഇഷ്ടം പോലെ പറഞ്ഞു. ഇനി കൂടുതൽ നന്നായിട്ട് പാടും റിയാൻ കുട്ടൻ എന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ നീ അടുത്ത റൗണ്ട്സിലൊക്കെ ഇതിലും ഗംഭീരമാക്കണം. ഓക്കെ. ഇപ്പൊ തന്നെ റിയാൻ കുട്ടൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ആ. ഒരു വേഴ്സറ്റൈൽ ആർട്ടിസ്റ്റ് ആണ് അല്ലേ കുട്ടൻ? ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ജോണേഴ്സ് ഒക്കെ പാടാൻ കഴിവുള്ള ഒരു ബോൺ ആർട്ടിസ്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടത്. അപ്പൊ വളരട്ടെ, ഇനിയും വളരട്ടെ റിയാൻ കുട്ടൻ. താങ്ക് യു സാർ. അപ്പൊ ഇത്രയൊക്കെ പോരെ? മാർക്ക് വേണോ? സാറിന്റെ ഇഷ്ടം. എന്റെ ഇഷ്ടമാണ്, മാർക്ക് വേണോ? സന്തോഷാണ് ഇവിടെ ഇരിക്കാൻ. ഇവിടെ ഇരിക്കാൻ സന്തോഷം, പക്ഷെ എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. അതാണ് അവന്റെ വിഷമം. ഒറ്റയ്ക്ക് ഉറങ്ങാം. അപ്പൊ മാർക്ക് തരാം. ആ എന്നിട്ട് സുഖമായി പോയി കിടന്നുറങ്ങി. അമ്മയുടെ അച്ഛൻ്റെ കൂടെ പോവാൻ നമുക്ക് അതാ നല്ലത്. ആ രായൻകുട്ടാ, എന്തോ ഈ പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞ മൂവിയില് എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ ഒരു പാട്ടും കൂടെ ഉണ്ട്. ആ അത് ഞാൻ റയാന് വേണ്ടി പാടിത്തരട്ടെ? ശരി. ഗിഫ്റ്റ് ഗിഫ്റ്റ്. ഓക്കെ. പാടട്ടെ? ആ കേട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ഓക്കെ. ജഡ്ജ് ചെയ്തോ ക്യാപ്റ്റൻ? അതെ. തൽക്കാലം റിയാൻകുട്ടൻ ഇത് കഴിയുമ്പോ മാർക്ക് കൊടുക്കണേ ആര്യ ചേച്ചിക്ക്. മാർക്ക്. പാടട്ടെ? കൊടുക്കാം നമുക്ക്. ഓക്കെ. ഓക്കെ. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്ക് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്ക് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. താരകങ്ങൾ കണ്ടുവച്ച പാരിജാലമല്ലേ, താഴെ എന്റെ കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ലേ, തങ്കമെന്റെ കൺകവർന്ന പുണ്യം നീ എനിക്ക് മുത്താരം മുത്തല്ലേ, മുല്ലപ്പൂവേനല്ലേ, വാനത്തിൻ വില്ലല്ലേ, മൗനത്തിൻ വാക്കല്ലേ. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്ക് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. ഒയ്യാരേ ഒയ്യാരേ നമ്മള് ഡാൻസ് കളിച്ചു റിയാൻകുട്ടാ. മാർക്ക് കൊടുക്ക്, മാർക്ക് കൊടുക്ക്. ഞാൻ പറയട്ടെ? 100 out of 100. എവിടെ മുട്ടായി മഴ? എവിടെ? എനിക്ക് മാത്രം മുട്ടായി മഴയില്ല. താങ്ക് യു റിയാൻകുട്ട, എനിക്ക് ഇന്ന് ഭയങ്കര ഹാപ്പിയായി. Proud of our captain, അല്ലേ? Of course, yes. പക്ഷെ എനിക്ക് വയ്യ. That's why she is the captain. റിയാൻകുട്ട, എന്തോ മാർക്ക് ആര് പറയണം? മാർക്ക് ഞാൻ പറയണം. പറയണം. MJ sir പറയണം. കണ്ടോ, കണ്ണൂരിട്ടുന്നുണ്ട്, കണ്ണൂരിട്ടുന്നുണ്ട്. വേണ്ട വേണ്ട. റിയാൻകുട്ടന് ഇന്ന് 97 out of 100. താങ്ക് യു സാർ. താങ്ക് യു ശ്യാം, താങ്ക് യു വൈശാഖ്. താങ്ക് യു സാർ. താങ്ക് യു. ചാച്ചാ രണ്ടുപേരെയും കൂടെ താങ്ക് യു. ഉണ്ണിയങ്ങളെ, ഇനി നമ്മൾ ടോപ്പ് സിംഗറിലെ ഒരു കുഞ്ഞു മണീനെ കാണാൻ പോവാണ്. നല്ല സൂപ്പർ പാട്ടാണ്, കേൾക്കാം നമുക്ക്. എല്ലാവരും സൂപ്പർ പാട്ടാണ്. അതെ, ലെറ്റ്സ് വെൽക്കം ശിവകാമിക്കുട്ടി ഓൺ സ്റ്റേജ്. അയ്യോ, ഇതാരായി വരുന്നത്? കണ്ടോ, ഇന്നൊരു വെറൈറ്റി ശിവകാമിക്കുട്ടിയാണ്. ഹലോ. ഹായ്. ഈ കുപ്പായൊക്കെ ആരാ സെലക്ട് ചെയ്ത് തന്നെ? അമ്മയാണോ അച്ഛനാണോ? ഇവിടുന്ന് കിട്ടിയതാണോ കുഞ്ഞിന്? അതെ, നല്ല ഭംഗിയുണ്ട് കേട്ടാ. മലയാളി മങ്ക. അതെ അതെ. ഏതാണ് പാട്ട്? യാത്രാ സിനിമയിലുള്ള പാട്ട്. യാത്രാ സിനിമയിലുള്ള പാട്ടാണോ? ആ, ഏതാണ്? യമുനാ തീരെ. കൊള്ളാം കൊള്ളാം. കണ്ണന്റെ പാട്ടല്ലേ? ആ, ബാക്കി ഡീറ്റെയിൽസ് പറയാമോ? സിനിമ യാത്ര, സംഗീതം ഇളയരാജ, വരികൾ ONV കുറുപ്പ്, വർഷം 1985, പാടിയത് ജാനകിയമ്മ. ഓക്കെ. യാത്ര എന്ന് പറഞ്ഞ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് ബാലു മഹേന്ദ്ര സാറാണ്. അദ്ദേഹം ജനിച്ചതും വളർന്നതും ഒക്കെ ശ്രീലങ്കയിലാണ്. പിന്നെ അദ്ദേഹം ആ സമയങ്ങളിൽ ഇത്
ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ് എന്ന് പറഞ്ഞൊരു സിനിമ 1957 ആ സമയത്തുള്ളതാണ്. അതെ. അപ്പൊ അതിന്റെ ഷൂട്ട് ശ്രീലങ്കയിലാണ് നടന്നത്. അപ്പൊ അദ്ദേഹം അത് കാണാനായിട്ട്, ഒരു കൊച്ചായിരിക്കുന്ന സമയത്ത് അത് കാണാനായിട്ട്, അത് കണ്ടപ്പോഴാണ് ഡയറക്ടർ ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായത്. പിന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയും അദ്ദേഹം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയും ചെയ്തു. അതിനുശേഷം മലയാളത്തിലാണ് ആദ്യമായിട്ട് സിനിമാറ്റോഗ്രാഫറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. നെല്ല് എന്ന് പറയുന്ന സിനിമ, രാമു കാര്യ. ഈ സിനിമയ്ക്ക് അദ്ദേഹത്തിന് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ബെസ്റ്റ് ഡയറക്ടറിന്. മമ്മൂട്ടി സാറിന് സ്പെഷ്യൽ ജൂറി അവാർഡും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഗ്രേറ്റ് ഡയറക്ടറാണ് ബാലമേന്ദ്ര സാർ. ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ടിലേക്ക് പോവാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
അനന്തപുരിയിൽ നിന്നുള്ള ശിവകാമി, മായാലീലകളാടാൻ ഈ മണ്ണിൽ വന്നവളോ. എന്ത് രസമായിരിക്കണ. ഈ പഴയ തിരുവിതാംകൂറാണ് മീനുട്ടി. 1800s 1700s അപ്പോഴത്തേക്ക് ചില പെയിന്റിങ്സ് ഉണ്ട്. ആ പെയിന്റിങ്സിലൊക്കെ കാണുന്ന ഈ മുല്ലപ്പൂ ചൂടിയ ഒരു മലയാളി സ്ത്രീ രൂപം. അതുണ്ട്. പക്ഷെ ഇവിടെ മുല്ലപ്പൂ അല്ല, വേറെ കനകാംബരമാണോ എന്താണ്, ഒരു ചുവന്ന പൂ. ഒരു ചുവന്ന പൂ ചൂടിയ ഒരു ചുവന്ന കുട്ടി. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഭയങ്കര രസമല്ലേ കാണാൻ. യെസ്, മലയാളി മങ്ക. അസലായിട്ട് പാടി, അസലായിട്ട്. താങ്ക് യു. ഏത് ക്ലാസ്സിലാണ് മക്കളെ? 5th. എന്റെ അമ്മേ. കുട്ടൻ, ഐ തിങ്ക് വി ഷുഡ് ഗിവ് എ സ്റ്റാൻഡിംഗ് ഓവേഷൻ. യെസ്. ഹൊയ് രേ 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 ഹൊയ്യരെ ഹൊയ്യേ യമുനാ തീരേ ഹൊയ്യരെ ഹൊയ്യേ യമുനേ നിന്നുടെ അൺബിലീവബിൾ. ഒരൊറ്റ വാക്കിൽ പറഞ്ഞ, മലയാളത്തിൽ പറഞ്ഞാൽ അവിശ്വസനീയം. അയ്യോ, ഈ പാട്ടൊക്കെ ഇങ്ങനെ പാടുക എന്ന് പറയുന്ന ഒരു അത്ഭുതമായിട്ടാണ് അങ്കിൾ കാണുന്നത് കേട്ടോ. താങ്ക് യു. പാടുന്ന ഓരോ ഫ്രേസും കുഞ്ഞ് അറിഞ്ഞാണ് പാടുന്നത് അല്ലേ ഉണ്ണിച്ചേട്ടാ? എങ്ങനെയാണ് പാടേണ്ടത്? അമേസിംഗ്. അവിടെ എവിടെ മോഡുലേഷൻ കൊടുക്കണം, എവിടെ അതൊന്ന് നന്നായിട്ട് ത്രസ്റ്റ് ചെയ്യണം, ഇതൊക്കെ കൃത്യമായിട്ട് ഈ 5ാം ക്ലാസ്സിലെ ഈ കുഞ്ചൂസ്, ഈ ശിവകാമീസ് സൂപ്പറാക്കി വിടറില്ലേ. എങ്ങനെ ഇത് പഠിച്ച് അതാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കും പഠിക്കാനുണ്ട്. ഈ കുഞ്ഞിനെ നിന്ന് ഞാൻ പഠിക്കാനുണ്ട്. ഇങ്ങനെയാണ് പാട്ട് പഠിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരികയാണ്. ആ പാവം പെൺകൊടിമാരെ എന്നുള്ള പാടം. പാവം പെൺകൊടിമാരെ പാവം പെൺകൊടിമാരെ മാരേ. അത് കൃത്യമാക്കണം കേട്ടോ. അത് മാത്രമാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോയത്. അത് സാരമില്ലാന്ന്. ഈ വയസ്സിലെ അങ്കിളിന് പാടാൻ ബുദ്ധിമുട്ടാത്, പിന്നെയാണ് ഈ മക്കൾക്ക്. നോ പ്രോബ്ലം കേട്ടോ. പക്ഷെ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇളയരാജ സാറിന്റെ ഇതേ സ്കെയിലിൽ പല 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 പാട്ടുകളുണ്ട്. ഒരു പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളതുണ്ട്. മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ. കേട്ടിട്ടുണ്ടോ പാട്ട്? മനസ്സിൻ മാധവം മിഴിയിൽ പൂക്കവേ രോമാഞ്ചം മൂടവേ നിന്റെ മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ. എത്ര വർഷം കഴിഞ്ഞാലും ഈ പാട്ട് നമുക്ക് മറക്കാൻ പറ്റുമോ? എന്തൊരു പാട്ട് ചെയ്ത് വെച്ചിട്ടില്ലല്ലേ. ജയേട്ടൻ അസാധ്യമായിട്ട് പാടി വെച്ചിട്ടുള്ള പാട്ട്. അത് തമിഴില് മൗനമാന നേരം ഇളമനതിലെന്ന ഭാരം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര 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 ബ്യൂട്ടിഫുൾ ആണ്. ശിവകാമി ഉണ്ണിയങ്ങള് ശിവകാമിക്കുട്ടിയുടെ പാട്ട് കഴിഞ്ഞ ഉടനെ പറഞ്ഞത് അൺബിലീവബിൾ, ശരിക്കും അമേസിംഗ്. ഞാനിപ്പോഴും എന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. ഉണ്ണിയങ്ങൾ അങ്ങനെ ഞെട്ടിയിരിക്കുകയാണ് പാട്ട് കേട്ടിട്ട്. സത്യമായിട്ടും അത് വോയിസിന്റെ റേഞ്ച് കണ്ടോ? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വോയിസിന്റെ റേഞ്ച് ഐ എം റിയലി അമേസ്ഡ്. ഒരു ഹൈ നോട്ട് സസ്റ്റെയിൻ ചെയ്തില്ലേ മോള്, അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അവിടേക്കാ. മോളെ അത് ഒന്നും കൂടി പാടാമോ? കേൾക്കാനുള്ളൊരു സുഖം കൊണ്ടാണ്. പൂമ്പേരി കണ്ടാലോ തുള്ളുന്നു കണ്ണൻ, പൂമ്പട്ടുവാരി കവർന്നോരു കള്ളൻ. പൂമ്പേരി കണ്ടാലോ തുള്ളുന്നു കണ്ണൻ, പൂമ്പട്ടുവാരി കവർന്നോരു കള്ളൻ. പൊൻകാൽ തള പാടുന്ന പാദങ്ങൾ നോക്കി, പൊൻകാൽ തള പാടുന്ന പാദങ്ങൾ നോക്കി പിന്നാലെ പിന്നാലെ കൂടുന്നതാരോ. വളരെ കോൺഫിഡന്റ് ആയിട്ട് എഫേർട്ട്ലെസ് ആയിട്ടാണ് പാടുന്നത്. ജാനകിയമ്മ പാടിയ പാട്ടാണത്. അപ്പൊ അത് അത്ര എഫേർട്ട്ലെസ് ആയിട്ട് പാടാൻ അപാരമായ പ്രതിഭ വേണം. അത് മോളക്കുണ്ട്. ശിവകാമിയൻ ശബദം അല്ലേ? ബ്യൂട്ടിഫുൾ മോളെ, ഒന്നും പറയാനില്ല. ആ കോൺഫിഡൻസ്, ആ ഒരു നോട്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന വിധം ബ്യൂട്ടിഫുൾ ആയി പ്രസന്റ് ചെയ്തു. പിന്നെ ഓൾസോ ദ കോറസ് ഗ്രൂപ്പ് അല്ലേ, സൂപ്പർ. അതില് ഗംഭീരമായിട്ട് പാടിയവരും. സോ അവർക്കും ഒരു ഹാറ്റ്സ് ഓഫ്. ബ്യൂട്ടിഫുൾ മോളെ.
താങ്ക് യു. നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട് മോൾക്ക്. ഓക്കെ, ഗുഡ് ലക്ക്. നമ്മള് ചില കുട്ടികളെ കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര ബ്ലെസ്ഡ് ആണല്ലോ എന്ന്. അങ്ങനെ ഒരു ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുള്ള കുട്ടിയാണ് നമ്മുടെ ശിവകാമി കുട്ടി. അത് ഇന്ന് അവള് എന്തിനാണ് ആ ബ്ലെസ്സിങ്സ്, എന്താണ് അവൾക്ക് കിട്ടിയ ബ്ലെസ്സിങ് എന്നുള്ളത് അവൾ ഇന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് തന്നു എന്ന് പറയാം ഈ പാട്ടിലെ കൂടെ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട്, അത്ര ഈസി ആയിട്ട്, അത്ര ക്ലാരിറ്റിയോടുകൂടെ കുട്ടി പാടി. താങ്ക് യു. സോ നൈസ്. യു ആർ എ വെരി 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 ബ്ലെസ്ഡ് ബേബി ശിവകാമി കുട്ടി. താങ്ക് യു. ഒരുപാട് സന്തോഷം കേൾക്കാൻ പറ്റിയതിൽ. മോളുടെ ഗുരു ആരാ മോളെ? ആരാ പഠിപ്പിക്കുന്നത്? അച്ഛൻ. അച്ഛനെ അച്ഛൻ പഠിപ്പിക്കുന്നത്? തന്നെയാണോ പഠിപ്പിക്കുന്നത്? അച്ഛൻ മ്യൂസീഷ്യൻ ആണോ? പറഞ്ഞു കൊടുക്കും. ശരിക്കും പഠിപ്പിക്കുന്നത് ചിറയൻകീഴ് രാഗധാര എന്നിടത്ത് സുധീഷ് സാറാണ് പഠിപ്പിക്കുന്നത്. ശരി. സുധീഷിന് ഒരു വലിയൊരു നമസ്കാരം കേട്ടോ. കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തയ്യാറാക്കുന്നത് അതാണ്. ഇത്രയും ചെറിയൊരു മോളെ വളരെ ക്രിസ്പായിട്ട് പാടാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതെ, അത് ഇത്രയും കോൺഫിഡൻസോട് കൂടെ സ്റ്റേജിൽ വന്ന് അത് പ്രസന്റ് ചെയ്യണമെങ്കിൽ അവളുടെ എല്ലാ ഡൗട്ടുകളും അത് ക്ലിയർ ചെയ്തു എന്ന് തന്നെയാണ് വളരെ അതിന്റെ ക്യൂട്ടായിട്ട് കാണാനും അർത്ഥം. പാട്ടും എല്ലാം. അപ്പൊ അച്ഛനും ഒരു സല്യൂട്ട്. താങ്ക് യു സർ. താങ്ക് യു. എന്ത് പ്രൊഫഷണലാ? ഞാൻ ആശാരിപ്പണിയാണ്. കാർപ്പൻറ്റർ ആണ് ആ, അല്ലേ? ഓക്കെ. പക്ഷെ പാടും അല്ലേ? പാടും ചെറുതായിട്ടൊക്കെ. ഒരു കലാകാരന്റെ മകളല്ലേ, അപ്പൊ തീർച്ചയായിട്ടും ആ പാട്ട് അവിടെ ഉണ്ട്, നിറഞ്ഞുണ്ട്. അതാണ് നമുക്ക് കിട്ടണേ. ശരി മോളെ സന്തോഷായി അല്ലേ മോളെ? മാർക്ക് വേണ്ട ഇനി? എത്ര മാർക്ക് വേണം? 100. ഫുള്ള് വേണമെന്ന്. I like that. വരും, 100ലേക്ക് വരാൻ പോകുന്നു. അതെ, ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ചേട്ടാ? അതെ അതെ, Almost എത്തി. ശരിക്കും. അതെ. ഇന്ന് നമ്മുടെ ശിവകാമി കുട്ടിക്ക് 99.25 ഔട്ട് ഓഫ് 100. അത് 100 ആയിട്ട് തന്നെ കണക്കാക്കുക കേട്ടോ. ഓക്കെ, ഇച്ചിരി കൂടി മതി 100-ലോട്ട് അല്ലേ? അത് നമ്മൾ അടുത്തതിലെത്തും. ഇച്ചിരി കൂടെ. അതെ. മിനുടി, എന്തോ എന്റെ ഒരു ആഗ്രഹം പറയട്ടെ. എനിക്ക് ഈ സ്റ്റാറിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം. പിന്നെന്താ വായോ, ഞാൻ എടുത്തുതരാം ഫോട്ടോ. സ്റ്റാർ ഹാപ്പി അല്ലേ? കുട്ടി സ്റ്റാർ. ടാറ്റാ, ഹൈ ഫൈ. ടാറ്റാ. അപ്പൊ ജഡ്ജസ് നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടു, നമ്മൾ ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ന് തൽക്കാലത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. പക്ഷെ നാളെ നമ്മൾ ഇതേ സമയം വീണ്ടും കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടാറ്റാ, ബൈ, സീ യു.